ഹഗേസ് എല്ലാവർക്കും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കാദമിയുടെ ഒരു ഡേ അനാലിസിസിലേക്ക് ഗോൾഡിൻ്റെ അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മെയിനായിട്ട് നോക്കുന്നത് ഇന്നത്തെയും പോലെ തന്നെ ട്രേഡ് സെറ്റപ്സ് എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ ആദ്യം എപ്പോഴും നോക്കാൻ പറയാറ് എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമുക്ക് ചെയ്യുന്ന പെയറിൽ എന്തെല്ലാം ന്യൂസുകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കുക. MyFX ബുക്കാണ് ഞാൻ യൂസ് ചെയ്യാറ്. അതേപോലെ തന്നെ ഫോറക്സ് ഫാക്ടറിയാണ് ഒട്ടുമിക്ക പ്രൊഫേംസിൻ്റെയും ഇത് വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ നോക്കി ഇരിക്കുക. നമുക്കിപ്പോൾ ഒരു എത്ര മണിക്കാണ് 7 മണിക്ക് ഇന്ത്യൻ ടൈം 7 o'clock ജോബ്ലെസ് ക്ലെയിംസിൻ്റെ റിസൾട്ട് വരാണ്ട് വളരെ ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒന്നല്ലെങ്കിൽ അതുവരേക്കും നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് നടന്നതിന് ശേഷം ട്രേഡിംഗ് ആക്ടിവിറ്റിക്ക് വരിക. ഒന്നല്ലെങ്കിൽ മിക്ക ഫേംസൊക്കെ ന്യൂസ് റിലീസാവുന്നതിന് 5 minutes മുമ്പൊക്കെ പൊസിഷൻ പുതുതെടുത്ത് കഴിഞ്ഞാൽ ചില സമയത്ത് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്യില്ല, ലോസ് ആണെങ്കിൽ അത് കൗണ്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വലിയ മൂവ്മെൻറ്റ്സ് ആയിരിക്കും, പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും SL ഒക്കെ അടിക്കുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ ആയിരിക്കും ന്യൂസിൻ്റെ സമയത്ത്. അത്തരം സമയങ്ങളിൽ പരമാവധി ട്രേഡിങ്ങിൽ നിന്നും ഒഴിവായി നിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിനും നല്ലത്. അതുപോലെ നിങ്ങളുടെ മെൻ്റലി ഉള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ലത്. ആ ഒരു സമയത്ത് ട്രേഡിംഗ് ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അതേപോലെ ജസ്റ്റ് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടി ഒന്ന് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിപാടി എന്ന് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് കുറച്ച് ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മാർക്കറ്റ് 2911 ട്രേഡിംഗ് നടക്കുന്നത്. ഞാൻ ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സിൻ്റെ അക്കൗണ്ട്സിലാണ് മെയിനായിട്ട് ചെയ്യുന്നത്. 2911 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 2945 വരെയാണ് ഒരു റെസിസ്റ്റൻസ് ഉള്ളത്. അതേപോലെ ഒരു സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത് 2910 അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു റേഞ്ച് ഓൾറെഡി ആ സപ്പോർട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു 7 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ്സും മാറ്റങ്ങളൊക്കെ വരും. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാനായിട്ട് ട്രേഡ് അവോട്ടിൻ്റെ ഒരു അക്കൗണ്ട് ഫ്രീ അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ലൈവായിട്ടുള്ളത് കിട്ടും. അല്ലെങ്കിൽ പിന്നെ ബാർ ചാർട്ട് പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ട്, അതിൽ കുറച്ച് ഡിലേ ഉണ്ട്. നമുക്ക് റിലീസ് ചെയ്യുന്ന ടൈമിങ്ങിന് കുറച്ച് ഡിലേ ഉണ്ട്. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. നമുക്ക് ലൈവായിട്ടുള്ള തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് 2910 ഉള്ളത്. നിലവിൽ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പെക്സിൻ്റെ ഒരു അക്കൗണ്ടാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ ഒരു 2 weeks അടുത്തായിട്ടുള്ളൂ. ഒരു ലൈവ് അക്കൗണ്ടാണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാസ് ചെയ്തതാണ്. കുറച്ച് പ്രോഫിറ്റൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. 2411 പ്രോഫിറ്റിൽ നിൽക്കുന്നു. പേ ഔട്ടിൻ്റെ ഇതിലേക്ക് എത്തിയിട്ടില്ല. കുറച്ച് കാര്യങ്ങളോടും ക്രൈറ്റീരിയ പാസ്സായാലാണ് അവരുടെ പേ ഔട്ട് സെക്ഷനിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തുള്ളൂ. നമുക്കിനിയിപ്പോൾ എന്തെല്ലാം ട്രേഡുകളാണ് പ്ലാൻ ചെയ്യാനുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് വരാം. നമുക്കിപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കാം പ്രൊഫൈൽസ് ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ് സെറ്റപ്സ് ആണ് നമ്മൾ മെയിനായിട്ട് എടുക്കാറ്. ഇപ്പോൾ നിലവിൽ ലോ വന്ന് നിന്നേക്കുന്നത് 2900 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ്. നമുക്കിപ്പോൾ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം എന്തുകൊണ്ടാണ് അവിടെ വന്ന് നിന്നതും എന്തുകൊണ്ടാണ് അവിടെ നിന്ന് റിവേഴ്സ് പോയതും എന്നുള്ള കാര്യങ്ങൾ. കുറേ ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു വാല്യൂ ഏരിയ ഹൈയില വന്നാണ് മാർക്കറ്റ് നിന്നേക്കുന്നത്. എന്തായാലും മാർക്കറ്റ് കഴിഞ്ഞ വീക്കിൻ്റെ ഒരു ഇൻസൈഡിൻ്റെ വലിയൊരു ഹൈക്കും വലിയൊരു ലോക്കും ഒക്കെ ഉള്ളിൽ തന്നെയാണ് ട്രേഡിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ട്രെൻഡ് കാര്യങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്തായാലും മാർക്കറ്റ് ഇവിടെയൊക്കെ കുറച്ച് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാണ്ട് 2790 മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം വേറെ ഒന്നുമല്ല, മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു ഹയർ റേഞ്ചിലേക്കൊക്കെ എത്തിയിട്ട് ട്രംപിൻ്റെ കുറച്ച് കാര്യങ്ങളും ഡിസിഷൻസും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും ഈ ഒരു റേഞ്ചൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും അല്ല, ഈ ഒരു ദിവസങ്ങളിൽ നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു റേഞ്ചൊക്കെ ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇന്ന് തന്നെ മാർക്കറ്റ് അവിടെ ഫില്ല് ചെയ്യുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിന് അതിന് പ്രോബബിലിറ്റീസ് ഉണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതേപോലെ നമുക്ക് ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2915 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി ഉണ്ട്. അതേപോലെ ഒരു 3000 നല്ല ലിക്വിഡിറ്റി ഇപ്പോഴും ഫോം ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ നോക്കിയറിയാം എത്ര ലോട്ട് സൈസ് ഉണ്ടെന്നുള്ളത്. ഏകദേശം 173 ലോട്ട് ലിക്വിഡിറ്റി ഹയർ റേഞ്ചിലുണ്ട്. ലോവർ റേഞ്ചിലും ഈ പറഞ്ഞ പോലെ തന്നെ ലോവർ റേഞ്ചിലും അത്യാവശ്യം നല്ല ലിക്വിഡിറ്റീസ് ഉണ്ടായിരുന്നു. നമുക്കിവിടെ നോക്കിയറിയാം 2840 ആ ഒരു റേഞ്ച്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഏതൊക്കെ റേഞ്ചിൽ നമുക്കിവിടെ ട്രേഡിംഗ് പ്ലാൻ ഉണ്ട്. 2840 എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തേക്ക് ഒരു ലോയാണ്. ഈ ഒരു ലോയിലാണ് അവിടെ ലിക്വിഡിറ്റി ഫോം ചെയ്ത് നിന്നേക്കുന്നത്. ഈ പറയുന്ന ഒരു റേഞ്ചിലാണ് ലിക്വിഡിറ്റി ഫോം ചെയ്ത് നിന്നേക്കുന്നത്. അവിടേക്കൊക്കെ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനാണ്. അവിടെ ലിക്വിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് അവിടേക്ക് എത്തണം എന്നില്ല. പക്ഷേ ലിക്വിഡിറ്റി കാണിച്ചിട്ട് കുറേ പേരൊക്കെ മാർക്കറ്റ് ട്രാപ്പ് ആക്കാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് നോക്കി വയ്ക്കാം. നമ്മൾ ഇന്ന് എന്തായാലും ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ഈ ഒരു റേഞ്ച് 2953 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഏരിയ എന്തായാലും 2953 2915 അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി ഉണ്ട്. ഒരു ഹയർ റേഞ്ച് ആയിട്ട് തന്നെ ഈ ഒരു റേഞ്ചിൽ 2915 ലൈവ് ലിക്വിഡിറ്റി ഉണ്ട്. ബട്ട് അവിടെ നമുക്ക് ഒരു ട്രേഡ് പ്ലാൻ നിലവിൽ എനിക്ക് അങ്ങനെ വിഷ്വൽ ചെയ്ത് കാണാനോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കുന്നില്ല. നമ്മൾ 2930 വേണമെങ്കിൽ നമുക്കൊരു ട്രേഡ് പ്ലാൻ നമുക്കിവിടെ ഈ ഒരു റേഞ്ച് ഏരിയയിൽ നമുക്കൊരു ട്രേഡ് പ്ലാൻ നോക്കാം. അതേപോലെ തന്നെ മാർക്കറ്റ് എല്ലാം അവിടെ തന്നെയൊക്കെ വന്ന് നിൽക്കണം എന്നൊന്നും ഇല്ല. മാർക്കറ്റിൽ നമുക്ക് ചില സമയങ്ങളിലൊക്കെ മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള ട്രെൻഡ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കണം നോക്കേണ്ടത്.
അതേപോലെ തന്നെ നമുക്ക് ബുക്ക് മാപ്പിൽ വേറെ അടുത്ത് വേറെ 2930 എന്തെങ്കിലും ഉണ്ടോ നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലത്തൊക്കെ വളരെ ലിക്വിഡിറ്റി കുറവാണ് ഉള്ളത്. അതേപോലെ നല്ല ലിക്വിഡിറ്റി എന്ന് പറയാനായിട്ട് ഇല്ല. അത് ഏകദേശം ഇപ്പോൾ അടുത്തേക്ക് വരുന്നത് 2915 45 ലോട്ട് സൈസ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്തൊന്നും വലിയ രീതിയിലുള്ള ലിക്വിഡിറ്റി ഒന്നും ഫോം ചെയ്ത് വന്നിട്ടില്ല. എന്തായാലും ന്യൂസ് കാര്യങ്ങളൊക്കെ വരാനുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സമയത്തായിരിക്കും മാർക്കറ്റിൽ നല്ല ലിക്വിഡിറ്റി വരാൻ ആയിട്ടുള്ള സാധ്യത ഉള്ള ഒരു സമയം. നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് ഏതൊക്കെ രീതിയിൽ ആണ് ലിക്വിഡിറ്റി വരുന്നത്. ഇപ്പോൾ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരാൾ ഒരു എൻട്രി റീസൺ ഉണ്ടായിരുന്നു. അദ്ദേഹം കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചെന്നാണ്. അതേപോലെ തന്നെ കുറേ പേർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ബെനിഫിറ്റ് ഉണ്ടെന്ന് അറിയുന്നുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, നമുക്കൊരു 3-4 പാരാമീറ്റേഴ്സ് തന്നെ ഇതിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള ടൂൾസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് കൺഫർമേഷൻ, ഓർഡർ ഫ്ലോ കൺഫർമേഷൻ, അതേപോലെ തന്നെ വോളിയം പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ് സെറ്റപ്പ്, അതേപോലെ തന്നെ നമ്മൾ ലിക്വിഡിറ്റി ലൈവായിട്ടുള്ള ലിക്വിഡിറ്റി ഒക്കെ എടുത്തതിന് ശേഷമുള്ള ഒരു ട്രേഡ് സെറ്റപ്പ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കും. പിന്നെ അതുപോലെ എല്ലാവർക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏഷ്യൻ സീപ്പ് എന്നൊക്കെ പറയുന്നത് ഏഷ്യൻ ലോ സീപ്പ് ചെയ്തു ഹൈ സീപ്പ് ചെയ്തൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാനതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ക്യാൻഡിൽ സ്റ്റിക്കൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും അത്തരത്തിൽ ഉപയോഗിച്ചത്. നമുക്ക് ബുക്ക് മാപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ നമുക്ക് ഓട്ടോമാറ്റിക് അത്തരത്തിൽ സീപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഐസ്ബർഗ് ഓർഡേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഹിഡൻ ബിഡ് ഓർഡേഴ്സ് അറിയാൻ സാധിക്കും. അങ്ങനെ കുറേ പാരാമീറ്റേഴ്സ് നമുക്ക് ഈ ഒരു ഇൻഡിക്കേഷനിൽ വരും. ഇതെല്ലാം വരുന്നത് നമുക്കൊരു ഈവനിങ് സെക്ഷനൊക്കെ ആകുമ്പോഴാണ് കുറച്ചും കൂടി എല്ലാ ലെവൽസൊക്കെ അഗ്രസീവ് ആവുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്തൊക്കെയാണ് നമുക്ക് കുറച്ച് നേരമൊക്കെ കഴിയുമ്പോഴാണ് ഓരോ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ വിഷ്വൽ ചെയ്ത് കാണാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല പാരാമീറ്റേഴ്സൊക്കെ 3-4-5 കൺഫർമേഷനൊക്കെ എടുക്കുമ്പോഴാണ് നമ്മളൊരു ബൈയിങ് പ്ലാനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം SL അടിക്കാത്തൊരു സോഫ്റ്റ്വെയർ ഒന്നുമല്ല. SL ഒക്കെ അടിക്കും നമ്മുടെയൊക്കെ. എല്ലാവരും SL ഒന്നും അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം എല്ലാവരും ഓവർ കോൺഫിഡൻസ് ഒക്കെ വലിയ എമൗണ്ടൊക്കെ ഇട്ടിട്ട് മാർക്കറ്റിലേക്ക് വരും. SL അടിക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ തന്നെയാണ് ഇതും. നല്ല രീതിയിൽ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ട്രേഡിങ്ങിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അഡ്വാൻസ് സോഫ്റ്റ്വെയർസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വിളിക്കുമ്പോൾ തന്നെ ബ്രോ ഇതിനകത്ത് SL അടിക്കില്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്ക് അതൊന്നുമല്ല, നമുക്കൊരു ലിക്വിഡിറ്റി അവിടെ കിടക്കണമെന്നൊക്കെ അറിഞ്ഞിട്ട് അതോടൊപ്പം തന്നെ ഐസ്ബർഗ് ഓർഡർ, ബിഗ് പ്ലേയേഴ്സിൻ്റെ ഐസ്ബർഗ് ഓർഡറൊക്കെ കണ്ടും ഓർഡർ ഫ്ലോയിലെ കൺഫർമേഷനൊക്കെ എടുത്തിട്ട് ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ തെറ്റില്ലാണ്ട് നല്ല മന്തിൻ്റെ ഒക്കെ നല്ല അത്യാവശ്യം പ്രോഫിറ്റൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നല്ലാതെ 100% പെർഫെക്റ്റ് ആയിട്ട് വർക്കുന്ന ഒരു സോഫ്റ്റ്വെയറും മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്.